നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കുടുങ്ങുന്നതിന് മുമ്പ് ഒഴിയാനാണ് ജ്ഞാനേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത്. തെളിവ് സഹിതം കൈയോടെ പൊക്കി നാണം കെട്ട് പുറത്തു പോകുന്നതിനേക്കാൾ എത്രയോ അന്തസ്സാണ് രാജിവെച്ച് പുറത്തു പോകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സമ്മർദ്ദം കാരണം രാജിവെക്കുന്നു എന്നൊരു നാടകീയത കൂടി ജ്ഞാനേഷ് കുമാറിന് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അവസരമാണിപ്പോൾ. അത് കളഞ്ഞു കുളിക്കരുത് എന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. BJP കൈയൊഴിയുന്ന മട്ടിലാണ്. BJPക്ക് വേണ്ടി ആജ്ഞാനുവൃത്തി അനുസരിച്ച് ചെയ്യുകയാണ് ജ്ഞാനേഷ് കുമാർ ബീഹാറിൽ നടത്തിയ ഈ നാണം കെട്ട കളിയിലൂടെ ചെയ്തത്. ബീഹാറിലെ വോട്ടർമാരിൽ പലരെയും പുറത്താക്കിക്കൊണ്ട് ചെയ്ത ഈ വൃത്തികെട്ട കളിയിൽ ജ്ഞാനേഷ് കുമാറിന് എന്തായിരുന്നു നേട്ടം എന്ന ചോദ്യം വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലും പാർലമെൻറ്റിൽ ഇരു സഭകളിലും പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യ ശരങ്ങളായിരുന്നു. ജ്ഞാനേഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് സുപ്രീം കോടതിയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ നീണ്ട ഒരു നിയമ പോരാട്ടം തന്നെ നടക്കും എന്ന് ബോധ്യമാകുന്നതോടുകൂടിയാണ് ജ്ഞാനേഷ് കുമാർ സ്ഥാനമൊഴിയാൻ തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുരുട്ടിക്കെട്ടിയാൽ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിക്കാൻ BJP ശ്രമിക്കില്ല. ജ്ഞാനേഷ് കുമാറിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ എന്നത് സംശയിക്കണം. കാരണം മുൻപിരുന്ന രാജീവ് കുമാറിനെതിരെയുള്ള കോഴാരോപണം ഉൾപ്പെടെ പ്രതിപക്ഷം ഏറ്റവും ശക്തമായി തന്നെ വാദിച്ചതാണ്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ സുപ്രീം കോടതി പല കുറി ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ അത് അർത്ഥവത്താകുന്ന സാഹചര്യമാകുമ്പോൾ അതിനെ തടയിടാൻ പ്രതിപക്ഷത്തിനെതിരെയും സുപ്രീം കോടതിക്കെതിരെയും മറുപടി പറയിപ്പിക്കാൻ BJP നടത്തുന്ന മറ്റൊരു കളിയുണ്ട്. അതായത്, കൃത്യമായി പറഞ്ഞാൽ മഹാഭാരതത്തിൽ എങ്ങനെയാണോ ശിഖണ്ഡിയെ മുൻനിർത്തി കൃത്യമായി ഭീഷ്മരെ അമ്പെയ്ത് വീഴ്ത്തിയത്, ഭീഷ്മരെ വധിച്ചത്, അത്തരത്തിലൊരു നാണം കെട്ട കളിയാണ് രാഷ്ട്രപതിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി ശിഖണ്ഡിക്ക് തുല്യമാകുന്ന സാഹചര്യത്തിലൂടെ പോവുകയാണ്. തരം താഴരുത് ഇങ്ങനെ എന്ന് ദ്രൗപദി മുർമുവിനോട് കൃത്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ അഭ്യർത്ഥന കൂടി വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, എന്തുമാത്രം ഗതികേടാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സ്വന്തം നിലയും വിലയും മറന്ന് പരമാധികാരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ കയറി ചൊറിയാൻ ചെന്നത്. ഒടുവിൽ കണക്ക് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിഷയത്തിലും പ്രതിപക്ഷത്തിൻ്റെ വിഷയത്തിലും നിങ്ങൾ എന്തിനാണ് ഈ രീതിയിലുള്ള സംസാരം നടത്തുന്നത് എന്നത് വള്ളി പുള്ളി തെറ്റാതെ BR ഗവായി പറഞ്ഞപ്പോഴാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായത് എന്തുമാത്രം തരം താഴ്ന്നിരിക്കുന്നു ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ ആദ്യ വനിത, പ്രഥമ വനിത എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജ്ഞാനേഷ് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.